ഹൈ ഫ്രണ്ട്സ്, നാമയോലും കാത്തിരിക്കുന്ന PSC പ്രൊഫൈൽ കറക്ഷനുള്ള അവസരം നമുക്ക് തന്നെ വളരെ സിമ്പിളായി മൊബൈലിന് ചെയ്യാവുന്ന അവസരം ഇതാ PSC തന്നിരിക്കുകയാണ്. അതിനൊന്നും ചെയ്യേണ്ട, ആദ്യം നമ്മുടെ പ്രൊഫൈലിലേക്ക് പ്രവേശിക്കുക. ഇവിടെ കാണുന്ന മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഐക്കണുകൾ കാണാം. ഒന്ന് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, 2 പ്രൊഫൈൽ കറക്ഷൻ, 3 കറക്ഷൻ ഹിസ്റ്ററി. അതിൽ പ്രൊഫൈൽ കറക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിലിലേക്കും ഒരു OTP വരും. അവിടെ സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ one time password will be sent to the mobile number and email. Do you want to proceed എന്നതിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ലഭിച്ച OTP എൻ്റർ ചെയ്യുക. ഇവിടെ കാണുന്ന വെരിഫൈ OTP കൊടുക്കുക. ഇവിടെ ഐ മുഹസിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡിക്ലറേഷൻ പറയുന്നുണ്ട്. അവിടെ ക്ലിക്ക് കൊടുക്കുക. പ്രൊസീഡ് ടു പ്രൊഫൈൽ കറക്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ചൂസ് ആൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതാ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാം മാറ്റാൻ പറ്റും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നെയിമും മാത്രമേ മാറ്റാൻ പറ്റാത്തുള്ളൂ. നമ്മുടെ ഫാദർ നെയിം മാറ്റാം, നമ്മുടെ മദർ നെയിം മാറ്റാം, ഗാർഡിയന്റെ നെയിം മാറ്റാം. കുറെ ഉദ്യോഗാർത്ഥികൾ എന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അച്ഛന്റെ പേരിൽ ഇനീഷ്യൽ മാറിപ്പോയി, ഇനീഷ്യൽ അങ്ങോട്ടായി ഇങ്ങോട്ടായി എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റും മാറ്റാനുള്ള അവസരമുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് കൊടുക്കാം. ആ കമ്മ്യൂണിറ്റി ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് വളരെ സിമ്പിളായി കൊടുത്ത് ഇവിടെ കാണുന്ന സേവ് കറക്റ്റ് ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാം സ്പൗസിന്റെ പേര്, ഭാര്യയുടെ ഭർത്താവിന്റെ പേര് ആ ഒരു അക്കൗണ്ട് ഉണ്ടായ സമയത്ത് നമ്മൾ അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അവസരം കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കുകയാണ്. എല്ലാം കൊടുത്ത ശേഷം സേവ് കറക്റ്റ് ഡീറ്റെയിൽസ് ആർ യു ഷുവർ ടു അപ്ഡേറ്റ് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓക്കെ കൊടുത്താൽ നമ്മുടെ ആ ഒരു കാര്യം പ്രൊഫൈൽ കറക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആഡ് അതുപോലെ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ധാരാളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് ലെവലിലുള്ള ധാരാളം ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ലൈസൻസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ഇല്ലാതെ ഡിഗ്രി കൊടുത്തവർക്ക് ഇപ്പോൾ ഇതിലൂടെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമുക്ക് എപ്പോഴും മാറ്റാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ പേൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ധാരാളം ആളുകൾക്കുള്ള ഒരു സംശയമാണ് നമ്മുടെ ഫോട്ടോ എങ്ങനെ മാറ്റാമെന്ന്. ഇവിടെ കാണുന്ന ചേഞ്ച് ഫോട്ടോഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചൂസ് ഫയലിൽ നമ്മുടെ പുതിയ ഫോട്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ്. വീണ്ടും നമ്മുടെ ചേഞ്ച് സിഗ്നേച്ചർ അങ്ങനെ കൊടുക്കാം. ഡിക്ലറേഷനും നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ ആയി പോയത് ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് PSC ഓഫീസിൽ തന്നെ പോവേണ്ടി വരും. നമ്മൾ ഇതുവരെ കൊടുത്ത കളക്ഷന്റെ ഹിസ്റ്ററി കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താണോ കളക്ഷൻ അത് കറക്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. പുതിയ PSC അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ PSC അപ്ഡേറ്റുകളുമായി കാണുമ്പോഴേക്കും അവർക്കും താങ്ക് യു.